പാച്ച് ബഡ്ഡിങ് എന്ന് പറയും. നമ്മൾ റബ്ബറും ബാക്കി ഇതാണ് കൂടുതലും എല്ലാ ഫലവൃക്ഷത്തിലും ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കാലം കുറച്ച് നിങ്ങൾ പ്രൈവറ്റ് നഴ്സറിയിലൊക്കെ വാങ്ങാൻ പോകുമ്പോഴത്തേനും ഈ ഗ്രാഫ്റ്റ് തൈയേക്കാളും ബഡ്ഡിങ് തൈക്കാണ് വില കൂടുതൽ. അപ്പോൾ അത് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുരു ഇട്ട് പൊടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ പെൻസിൽ കനാകുമ്പോഴാണ് നമ്മളിത് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് മുകളിലായിട്ട് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും വുഡ് പിടിച്ചെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും താഴോട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. നേരെ തിരിച്ച് താഴെ നിന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വുഡ് പിടിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴത്തേനും മേളിൽ നിന്ന് ചെയ്യുക. അപ്പോൾ ഞാനിത് ഒരു 4 ഹൈറ്റിൽ ഞാൻ ചെയ്യുകയാണ്. ഫസ്റ്റിൽ മേളിലൊരു മുറിവ് ഉണ്ടാക്കുക. ഇങ്ങനെ തടിയിൽ കൊള്ളരുത്, പിന്നെ ഈ തൊലിഭാഗം മാത്രം. അതുപോലെ തന്നെ 1 ഹൈറ്റിൽ മേളിൽ മുറിവ് ഉണ്ടാക്കുക. മുറിവുണ്ടാക്കിയതിന് ശേഷം ഇവ തമ്മിൽ യോജിപ്പിക്കണം. യോജിപ്പിച്ചതിന് ശേഷം ആ തൊലി ഭാഗം നമ്മൾ എടുത്ത് കളയുക. അതിൻ്റെ അഴുക്ക് പിരളാൻ പാടില്ല, വേസ്റ്റ് ഇരിക്കാൻ പാടില്ല. കണ്ടോ ഇതുപോലെ കളയുക. കളഞ്ഞതിന് ശേഷം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കായ്ക്കുന്ന വൃക്ഷത്തിൽ നിന്ന് തന്നെയാണ് ശിഖരം എടുക്കേണ്ടത്. എടുക്കുമ്പോൾ നമുക്കിത് മുകുളം വരുന്ന ഏത് ഭാഗത്താണ്? സാധാരണ മുകുളം വരുന്നത് ഇലയുടെ ഭാഗത്തേ വരുള്ളൂ. അപ്പോൾ ഇലയുടെ ഭാഗം നമുക്ക് എടുക്കാം. ഇലയുടെ ഭാഗം നമുക്ക് ഈ ഇല കട്ട് ചെയ്ത് കളഞ്ഞിട്ടും എടുക്കാം, ഇല വയ്ക്കുകയും ചെയ്യാം. ഇല വെക്കേണ്ട കാര്യമില്ല, കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അത് ഇതുപോലെ ഞാൻ നേരത്തെ റൂട്ടിലുണ്ടാക്കി അതേ മുറിവ് തന്നെ ഇതിലും ഉണ്ടാക്കുക. പിന്നെ ഇതിൽ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ട ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് മുകളിൽ ഒരു അല്പം തൊലി ഇളക്കിയിട്ട് വലിച്ചു പിടിക്കാം. അതല്ല എങ്കിൽ വേറൊരു രീതിയിൽ നോക്കാം. എടുക്കുക. വേറൊരു മെത്തേഡോട് പറഞ്ഞുതരാം. ചില കാലാവസ്ഥയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പം ഇതെടുക്കാം. അല്ലാതെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ തടിയോടുകൂടി ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ഈ തടി ഭാഗം വേണ്ട, നമ്മൾ അത് എടുത്ത് കളയാം. ചുരണ്ടിക്കളയരുതും. ഇങ്ങനെ ഇതുപോലെ എടുക്കുമ്പോൾ ഇത് ഇതുപോലെ എടുക്കാം. അത് കുറച്ച് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അത് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഈ റൂട്ടിലുണ്ടാക്കിയില്ലേ കണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ എടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ അകത്ത് പിടിക്കാനും പാടില്ല. നമ്മൾ റൂട്ടിലുണ്ടാക്കിയതും ഈ എടുക്കുന്ന വുഡിൻ്റെ അകത്തും പിടിക്കാൻ പാടില്ല, വേസ്റ്റ് ഇരിക്കാനും പാടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂട്ടിൽ എങ്ങനെയാണോ മുറിവുണ്ടാക്കി അതിൻ്റെ അതേ വലിപ്പത്തിൽ ഇത് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഈ ബഡ് ഇതുണ്ടല്ലോ, ഇപ്പം നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ചില പിടിക്കണമെന്നില്ല. കാര്യം ഇതിൻ്റെ ബഡ് അതിനകത്തുണ്ടോ എന്ന് നോക്കണം. അതിനകത്തൊരു ചെറിയ ആ ഇല പൊടിക്കുന്നതിനൊരു ചെറിയൊരു കണ്ണുണ്ട്. ആ കണ്ണ് കുഴിയായിട്ട് കിടക്കരുത്. അത് കാണാൻ പറ്റുമോ? അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ചെറിയൊരു ഒരു 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 മുകുളം പോലെ ഒരു സംഭവം അതിനകത്ത് ഇത് അകത്തൂടെ തന്നെ കാണാൻ പറ്റും. അതുണ്ടെങ്കിലേ ഇത് വെച്ച് കഴിഞ്ഞാൽ പിടിക്കുള്ളൂ, അല്ലെങ്കിൽ അത് പിടിക്കൂല. ഇതിലോട്ട് വെച്ചു. ഇത് വെച്ചതിന് ശേഷം നമ്മൾ വലിച്ചെടുക്കുമ്പോഴേ ഈ ബഡ് ആ ഇതിലോട്ട് വെച്ചു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോളിത്തീൻ പ്ലാസ്റ്റിക്, അത് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നമുക്ക് 2 രീതിയിൽ അത് ചെയ്യാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ താഴേന്ന് വന്നിട്ട് മുകളിലോട്ട് പോയിട്ട് നമ്മൾ ഈ മുകുളം വരുന്നില്ലേ, മുകുളം വരുന്ന ഭാഗം ഓപ്പൺ ആക്കിയിട്ടിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. നമുക്കതിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ അവസാനം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതല്ല നമുക്ക് കവർ ചെയ്ത് തന്നെ പോവാം. കവർ ചെയ്തതിന് ശേഷം പിന്നെ പ്ലാസ്റ്റിക് നന്നായിട്ടൊന്ന് വലിക്കുക. ഞാൻ നേരത്തെ എപ്പിക്കോട്ടിൽ പറഞ്ഞ് പ്ലാസ്റ്റിക് നല്ലതുപോലെ ടൈറ്റാക്കി വരണം. ഇതങ്ങനെ ടൈറ്റാക്കി വരലും ഓവറായിട്ട് ടൈറ്റാക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന വുഡ് അങ്ങോട്ടോ മാറിപ്പോകും. അതുകൊണ്ട് അത്ര ടൈറ്റ് വേണ്ട. ഒരു മിനിമം ടൈറ്റിന് താഴെ നമ്മൾ എവിടെയാണോ തുടങ്ങി അവിടെ വന്നിട്ട് ഇതിൽ കെട്ടിടുക. നേരത്തെ കെട്ടിട്ടതുപോലെ ഇടുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യാൻ ഇത് ഫുള്ള് കവർ ചെയ്തും പോവുക. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബഡ്ഡിങ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞിട്ട്, ഷെയ്ഡിലുള്ള വെയിലടിക്കണം, വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിലെല്ലാ ദിവസവും വെള്ളം കൊടുക്കുക. വെള്ളം കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് 21 ദിവസമാണ് പറയുന്നത്. 21 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇളക്കി കളയും. നിങ്ങൾക്ക് നമ്മളിപ്പോൾ കെട്ടിയ ഭാഗത്ത് ഒരു ചെറിയൊരു
വരച്ചിട്ട് ചുറ്റി ഇളക്കി കളയുക. അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നണമെങ്കിൽ നമ്മൾ ബഡ് ചെയ്തിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ഒരു ബ്ലൈഡ് കൊണ്ട് പതിയെ ഇങ്ങനെ തടിയിൽ കൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ വരയുമ്പോൾ പ്ലാസ്റ്റിക് കളയി പോകും. 21 ദിവസം കഴിയുമ്പോഴാണ്. പിന്നെ നിങ്ങൾ ഈ വുഡ് വെച്ച് പിടിപ്പിച്ച് നിങ്ങൾക്കിത് പിടിച്ചു എന്നറിയാം മനസ്സിലാക്കുക. ഒരു 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ പ്ലാസ്റ്റിക് കൂടെ കാണാൻ പറ്റും. ഈ വുഡ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പച്ച കളറായിട്ടിരിക്കും, വുഡ് പിടിച്ചില്ലെങ്കിൽ അത് കരിഞ്ഞിരിക്കും. പിന്നെ നിങ്ങൾ ഈ 21 ദിവസം നോക്കേണ്ട കാര്യമില്ല, 10 ദിവസം കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ 21 ദിവസം കഴിയുമ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ ഇളക്കി കളയുക. ഇളക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെച്ച് വീണ്ടും ഒരാഴ്ച വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ വുഡ് വെച്ച് പിടിപ്പിച്ചില്ലേ, വുഡ് വെച്ച് പിടിപ്പിച്ചതിൻ്റെ 1/2 ഇഞ്ച് മുകളിലായിട്ട് റൂട്ട് കട്ട് ചെയ്ത് കാണാം. നിങ്ങൾ ഈ പ്ലാസ്റ്റിക് ഇളക്കുന്നതിൻ്റെ അന്ന് കട്ട് ചെയ്യേണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി. നമ്മൾ വുഡ് വെച്ച് പിടിപ്പിച്ചതിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് റൂട്ട് പൂർണ്ണമായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മുകുളം വരുള്ളൂ. ഇതെല്ലാം കട്ട് ചെയ്യണ്ടേ? റൂട്ട് അതായത് ഇത് നമ്മൾ വുഡ് വെച്ച് പിടിപ്പിച്ചതിന് തൊട്ട് മുകളിലായിട്ടുള്ള കട്ട് ചെയ്ത് കളയണം. ഓക്കെ, ഇത്രയും മനസ്സിലായ? ഫുള്ള് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ മുകുളം വരുള്ളൂ. മനസ്സിലായല്ലോ?